ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല തിക്കോട് കൂടിയ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ 8 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്ത് അതൊരു പാനിലേക്ക് ഇട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കൂടുതൽ സമയം റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് 8 സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇതിലെ ഉപ്പ് മുളക് നന്നായി പിടിക്കുകയുള്ളൂ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 8 സവാള നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ചിക്കനിൽ ആദ്യം ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നവർ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് സവാളയ്ക്ക്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, പട്ട എന്നിവ ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. ഇതിൻ്റെയും ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കി ചേർക്കാൻ ശ്രമിക്കണം. പച്ച തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ അത് കറിക്ക് ഒരു പുളിപ്പ് രസം കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് മിക്സിയിൽ അരച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ പുരട്ടി വെച്ച് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി വെന്ത് വരുന്നതിന് വേണ്ടിയാണ് ചൂടുവെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മുന്നേ മാറ്റി വെച്ച സവാള, തക്കാളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി 3 സ്പൂൺ ഗരം മസാലപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനനുസരിച്ച് ഈ പച്ചമുളക്, മുളക് പൊടി എന്നിവയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് ചോറ്, ചപ്പാത്തി, ദോശ, നെയ്ച്ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ചിക്കൻ കറി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.